ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ള കാര്യം എന്തുകൊണ്ട് ബ്രസ മാറ്റി ഗ്രാൻഡ് വിറ്റാര എടുത്തു എന്നുള്ളതാണ്. അതിലൊറ്റ റീസണേ ഉള്ളൂ, എൻ്റെ ബ്രസ ഓട്ടോമാറ്റിക് ആയിരുന്നില്ല, എനിക്കൊരു ഓട്ടോമാറ്റിക് കാറ് വേണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനത് മാറ്റി ഗ്രാൻഡ് വിറ്റാരയിലേക്ക് പോയത്. എൻ്റെ ബ്രസ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ വാഹനം കൊടുക്കില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിലുള്ളതിലാണ് ബ്രസ. ഇത് ബ്രസയുടെ ZXi വേരിയൻ്റ് ആണ്. ഈ കാർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഈ ZXi വേരിയൻ്റ് ആണ്. ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25,000 രൂപ സ്ട്രെയിറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടാണ് തരുന്നത്. പിന്നെ 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും. മൊത്തം ഓഫർ നോക്കുകയാണെങ്കിൽ ഓഫർ മാത്രം ഏകദേശം 45,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അതായത് മാരുതിയുടെ ഓഫറിൻ്റെ ടൈം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ZXi വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്? ബ്രസയുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അതായത് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള വേരിയൻറ്റുകളുടെ ഈ മാസത്തിലെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള ZXi വേരിയൻ്റ് ആണ്. ഇത് ZXi മാനുവലാണ്. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ZXi ഓട്ടോമാറ്റിക് എടുക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം, ബ്രസയ്ക്ക് പുതിയ അപ്ഡേറ്റ് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബ്രസയിൽ എക്സ്റ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും അപ്ഡേറ്റിൽ കാണാനായിട്ടില്ല. നമുക്ക് ഒരു പുതിയ ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് എക്സ്റ്റീരിയറിൽ കണ്ട മാറ്റം. ഇൻറ്റീരിയറിലാണെങ്കിൽ ചിലപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയേക്കാം. അതുപോലെ തന്നെ CNG അണ്ടർ ബോഡി CNGയിലേക്ക് മാറിയേക്കാം. ഇത്രയൊക്കെയാണ് മേജറായിട്ട് പറയുന്ന മാറ്റങ്ങൾ. വേറെ വലിയ മാറ്റങ്ങളൊന്നും ബ്രസയിൽ വരുന്നതായിട്ട് നിലവിൽ അറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മന്തിലൊക്കെ ബ്രസയ്ക്ക് അത്യാവശ്യം ഓഫർ ഉണ്ട്. ഒരു 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു മാനുവൽ കാറും ഒരു 12.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രസയുടെ ഈ ZXi വേരിയൻറ്റും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. ബ്രസയിലെ ദ ബെസ്റ്റ് വേരിയൻറ്റും ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഈ ZXi വേരിയൻ്റ് ആണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ ടോപ്പിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് DRL കാണാം. പല ബ്രസയിലും DRL ഒന്ന് മങ്ങിയതായിട്ട് ഈ വേരിയൻറ്റിൽ കാണാറുണ്ട്. അപ്പോൾ VXi ഓപ്ഷൻ മതിയെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫോഗ് ലൈറ്റ് വരുന്നില്ല, നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യാം. 5,500 രൂപയ്ക്കാണ് അതിന് കോസ്റ്റ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ആ ബെമ്പറിൻ്റെ പോർഷൻ കാണാം. താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷ്, ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വേറെ 360 ക്യാമറ പോലെ സംഭവങ്ങളൊന്നും തന്നെ ഫ്രണ്ടിൽ വരുന്നില്ല. ഒരു ക്രോം ഇൻസൈഡ് നമുക്കിവിടെ കാണാം. ലോഗോ ആ ഒരു ക്രോം ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഒരു ഡ്യുവൽ ടോൺ കളറാണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ബ്രസയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കളറും ഈ ഒരു ഡ്യുവൽ ടോൺ കളറ് തന്നെയാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നതും ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ബ്രസ തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ബ്ലാക്ക് ഫിനിഷുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡുമായിട്ട് നോക്കുമ്പോൾ എക്സ്റ്റീരിയറിൽ നിന്ന് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അലോയ്സ് ക്രോമാവും, ടോപ്പ് എൻഡിൽ ഫോഗ് ലൈറ്റ് വരും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്കിലുള്ള അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് എല്ലാ വേരിയൻറ്റിലും സെയിം ആണ്. 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളെല്ലാം വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. മിറേഴ്സ് ഇതിപ്പോൾ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഈ വേരിയൻറ്റിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഒരു സിൽവർ ഫിനിഷിൽ റൂഫ് റെയിൽസ് കാണാം. സിംഗിൾ ഡെൻ സൺ റൂഫ് വരുന്നുണ്ട്. ബ്രസയിലെ സൺ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു ZXi വേരിയൻ്റാണ്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോഴും ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്. നമ്മുടെ ബി പില്ലറും സി പില്ലറിൻ്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ZXi വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലെ വൈപ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ ZXi വേരിയൻ്റ് ആണ്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. നമുക്ക് ടെയിൽ ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളിലും LED ആയിട്ടാണ് വരുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഇത് രണ്ടും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്മാർട്ട് ഹൈബ്രിഡ് ഈ ഒരു ബാഡ്ജിങ് നമുക്ക് ZXi വേരിയൻറ്റ് തൊട്ടേ കാണാൻ പറ്റുള്ളൂ. VXi ഓട്ടോമാറ്റിക്കലും ZXi ഓൺവേർഡ്സ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. VXi മാനുവലും LXiയിലും സ്മാർട്ട് ഹൈബ്രിഡും വരുന്നില്ല, CNGയിലും വരുന്നില്ല. നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. പലരും ഇതൊക്കെ LED ലൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. ബാക്കിൽ വൈറ്റ് ഫിനിഷിൽ, അതായത് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ZXi വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഒരു ഹുക്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീല് സെയിം സൈസിലുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ, 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 328 ലിറ്ററാണ് ബ്രസയുടെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലുള്ള ഇൻറ്റീരിയറാണ് ബ്രസയിൽ ശരിക്കും വരുന്നത്. നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ഇൻസേർട്ടുള്ള കളർ എന്ന് പറയാം. ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിൽ വീണ്ടും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. വാഹനം ലോക്ക് ചെയ്യുമ്പോൾ മിറർ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റും നമുക്ക് ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയാണ് സീറ്റും വരുന്നത്. അതിനടുത്തൊരു സ്ട്രിപ്സ് കാര്യങ്ങൾ കാണാം. സീറ്റ് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് അല്ല, ഇതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ബ്രസ ZXi വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. കാര്യം ഇൻറ്റീരിയർ ലേഔട്ടും കളർ ടോണും കാര്യമെല്ലാം ടോപ്പ് എൻഡിന് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ടോപ്പ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ലെതർ റാപ്ഡ് അല്ല എന്നുള്ളതാണ് ഒരു മാറ്റം. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് മിസ്സിംഗ് ഉണ്ട്. ഇൻറ്റീരിയറിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, വലിയ സ്ക്രീന്, സെൻറ്റർ ആംബ്രസ്റ്റൊക്കെ മിസ്സിംഗ് ഉണ്ട്. എങ്കിലും നമ്മൾ പറയാറുള്ള പോലെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് ഒന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തത്. അല്ല, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പ് നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കാണാം. ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടാവും. മാനുവലിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നില്ല. നമുക്ക് ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ 7 ഇഞ്ചിൻ്റെ, അതിന് ചുറ്റോറും അനലോഗ് മീറ്ററുകളാണ്. അത് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറിൽ കാണുന്ന സെയിം ടൈപ്പ് ഓഫ് മീറ്ററുകളാണ്. RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ്, ക്ലോക്ക്, ടോർക്ക് പവർ റേഷ്യോ, ആക്സലറേഷൻ, എൻജിൻ ആൻഡ് മോട്ടറിൻ്റെ കുറച്ച് ഡിസ്പ്ലേ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണാം. അതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് ടെമ്പറേച്ചറും ടൈമും കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് വരുന്നതാണ്. 4 സ്പീക്കർ, 2 ട്യൂട്ടറും വരുന്നുണ്ട്. അതിനകത്ത് മറ്റ് ബേസിക് ആയിട്ടുള്ള വെഹിക്കിൾ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ, പിന്നെ ഫ്യൂവൽ ഇക്കോണമി പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ എനർജി ഫ്ലോ എന്നും പറയുന്നത് നമ്മുടെ ബാറ്ററി ആൻഡ് മോട്ടറിൻ്റെ ഒരു നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ലുക്കിലുള്ള സംഭവം തന്നെ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് തരുന്ന ഒരു സ്ക്രീൻ. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. വേറെ പ്രത്യേകിച്ച് ബഗ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസൊക്കെ തരുന്നുണ്ട്. ഡീസൻറ്റ് ഇനഫ്. എൻ്റെ സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ സ്ക്രീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് കൊള്ളാവുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ല, നോർമൽ ഗൈഡ് ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സും എൻ്റെ കോർണറിൽ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. അത് VXi വേരിയൻറ്റോട്ടാണ് വരുന്നത്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി കീ കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. ഈ ഒരു സെൻട്രൽ കൺസോളിനകത്തെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നില്ല. അത് അത്യാവശ്യം നല്ലൊരു മിസ്സായിട്ട് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. പിന്നെ ഒരു സിംഗിൾ ഡെൻ സൺറൂഫ് കാണാം. ഡീസൻറ്റ് സൈസായിട്ടുള്ള ഒരു സൺറൂഫിനെ പറയാൻ പറ്റൂ. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ബ്രസ ZXi വേരിയൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബ്രസയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് പൊസിഷനാണ്. ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഞാൻ ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത്. നമുക്ക് ബോണറ്റ് എല്ലാം കറക്റ്റായിട്ട് കണ്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫുൾ വിസിബിലിറ്റിയാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്.
ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിടുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ബോണറ്റൊക്കെ കണ്ടു ഓടിക്കാം. അപ്പോൾ ഒരു പക്ക SUV ഫീല്, ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ലൊരു SUV ഫീല് നമുക്ക് തരുന്നത് ശരിക്കും ബ്രസ തന്നെയാണ്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. ഒരു സിൽവർ ഫിനിഷ് ഇവിടെയും വരുന്നുണ്ട്. പവർ വിൻഡോൻ്റെ കൺട്രോൾ, സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിന് താഴെ നമുക്കൊരു ടൈപ്പ് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. ബാക്കിലേക്ക് വന്നാൽ 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറെസ്റ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഹോൾഡറും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. സീറ്റിൻ്റെ ബാക്കിലൊരു സീറ്റ് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 4 കിലോ വരെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും അത്യാവശ്യം സ്പേസും ഉള്ളൊരു വാഹനം തന്നെയാണ് നമ്മളുടെ ബ്രസ. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിലേക്ക് പാഴ്സൽ ട്രെയും വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. 2 വശത്തും ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലായിട്ടാണ് ഇതിൻ്റെ റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് ബാക്കിലായിട്ട് ഹാലജനായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബാക്ക് സ്പേസ് തരുന്ന ഒരു വാഹനമാണ് ബ്രസ. ബാക്ക് സീറ്റിലെ യാത്ര കംഫർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ബമ്പിയായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ സ്പേസ് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ബ്രസയുടെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറാണ് ബ്രസ. അത് നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും വാഹനത്തിലിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. ബ്രസയുടെ ഈ സെയിം പ്ലാറ്റ്ഫോം പണ്ടെന്തോ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ 4 സ്റ്റാർ കിട്ടിയതാണ് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ. ഇനിയിപ്പോൾ ഭാരത് എൻക്യാപ്പൊക്കെ വരുമ്പോൾ അതിലൊക്കെ 5 സ്റ്റാർ കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റൊക്കെ വരുമ്പോൾ മാരുതി എന്തായാലും ഭാരത് എൻക്യാപ്പൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാലും സേഫ്റ്റി ഫീച്ചേഴ്സിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ബ്രസയിൽ ഒരൊറ്റ എഞ്ചിനെ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ. ട്രൈഡ് ആൻഡ് സ്റ്റാർട്ടുള്ള എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ എഞ്ചിൻ, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ സെയിം എഞ്ചിന് തന്നെ CNGയും പെയർ ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ്. പെട്രോളിന് 21.7 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. മാനുവലിനും ഡീസലിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സ്മാർട്ട് ഹൈബ്രിഡും കൂടി വരുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് ആ മൈലേജ് ലഭിക്കാറുണ്ട്. ഇപ്പോൾ E20 ഒക്കെ വന്നത് കൊണ്ട് ചെറിയൊരു ഡോപ്പ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ബ്രസ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സിമിലർ ഒരു 14-നും 15-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ലോങ് ഒക്കെ പോവുകയാണ്, നല്ലൊരു RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് 17-18 മൈലേജ് കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ബ്രസ നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിനാണ്. നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ മൈലേജ് ലഭിക്കുക. നമ്മൾ സെക്കൻഡ് ഗിയറിലൊക്കെ കാല് കൊടുത്താൽ നല്ലപോലെ വണ്ടി വലിഞ്ഞ് കയറും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. അതല്ല നോർമലി ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജും ഈ വാഹനം തരും. ഇനി ഇതിൻ്റെ അപ്ഡേറ്റഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് സെയിം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പ്രൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മാസം, അതായത് ഈ മെയ് മാസം ബ്രസയ്ക്ക് വീണ്ടും ഓഫർ വന്നിട്ടുണ്ട്. മൊത്തം 45,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 25,000 രൂപ ക്യാഷ് ഓഫർ, 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ, പിന്നെ എന്തെങ്കിലും ഒരു ഓഫറൊക്കെ ഷോറൂമിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപ വരെ ഓഫർ ലഭിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പറയുന്ന പ്രൈസ് സ്ട്രൈറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ളതാണ്. അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസോ കോർപ്പറേറ്റ് ഓഫറോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ആര് ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ബ്രസ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ബേസ് LXI വേരിയൻറ്റിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ ഓഫറുകൾക്ക് ശേഷം 940 ആ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഒന്നല്ലെങ്കിൽ 940 ഇറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ ഓഫർ കുറച്ചിട്ടുള്ള പ്രൈസാണ്, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറി 8,000 രൂപയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അതായത് നമ്മുടെ അർബാനോ കിറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ആ 50,000 രൂപ വർത്തായിട്ടുള്ള എല്ലാ ആക്സസറീസും ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 8,000 രൂപയും കൂടുതൽ കൊടുത്താൽ മതി. VXIയിലേക്ക് പോയി കഴിഞ്ഞാൽ VXIയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. VXI മാനുവലിന് 10,55,000 രൂപയും VXI ഓട്ടോമാറ്റിക്കിന് 12,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് LXI വേരിയൻറ്റിലും CNG വരുന്നുണ്ട്. LXIയിലും VXIയിലും CNG ഉണ്ട്. LXI CNGക്ക് 10,40,5,000 രൂപയും VXI CNGക്ക് 11,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ZXI വേരിയൻ്റാണ്. ZXI വേരിയൻ്റാണ് ബ്രസയിലെ വാല്യൂ ഫോർ മണി വേരിയൻറ്റ്. ZXI മാനുവലിന് 12,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI ഓട്ടോമാറ്റിക് നിങ്ങൾ ബ്രസ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു
സജഷനിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു വേരിയൻറ്റ് ZXi മാനുവൽ അല്ലെങ്കിൽ ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് ഇപ്പോൾ 13,80,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ZXi വേരിയൻറ്റിലും CNG വരുന്നുണ്ട് 13,25,000 രൂപ. ഇനി ZXi പ്ലസ് ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലിന് 13.5 ലക്ഷം രൂപ 13.50. ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15 ലക്ഷം രൂപ 15,05,000 ആണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 15 ലക്ഷത്തിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ 15 ലക്ഷം രൂപയുടെ വാഹനം നോക്കുകയാണെങ്കിൽ പണ്ട് ഞാനൊക്കെ വാഹനം എടുക്കുന്ന സമയത്ത് ഈ ബ്രസയുടെ ZXi വേരിയൻ്റ് ആയിരുന്നു 14.80 ആ പ്രൈസിന് കിട്ടിക്കൊണ്ടിരുന്നത്. ZXi പ്ലസിലേക്ക് പോകുമ്പോൾ 16.5 പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ ആ GST കട്ടും മറ്റെല്ലാ ഓഫറുകളൊക്കെ എലിജിബിൾ ആയതുകൊണ്ട് 15 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ZXi വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഓട്ടോമാറ്റിക് ZXi പ്ലസ് ഓട്ടോമാറ്റിക് അതൊരു വെർത്താണ്. കാര്യം പറഞ്ഞാൽ ആ വാഹനത്തിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 360 ക്യാമറ, വലിയൊരു സ്ക്രീന്, സെൻറ്റർ ആംബ്രസ്റ്റ്, പുറത്ത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പിന്നെ ഫോഗ് ലൈറ്റ്, അങ്ങനെ ഈ വാഹനത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കയറി വരുന്ന ഒരു വേരിയൻ്റാണ്. ഇപ്പോൾ അഡീഷണലി നോക്കുകയാണെങ്കിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആവശ്യമില്ലാത്തതാണ്, എന്നാലും വേണമെങ്കിൽ ഒരു ഷോക്ക് വയ്ക്കാമെന്നുള്ളൊരു സാധനം. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ആ ഒരു വാഹനം, ഒരു പെട്രോൾ വാഹനം നോക്കുന്നവർ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം തന്നെയാണ് നമ്മളുടെ ബ്രസ. അതല്ല അത്രയും ബഡ്ജറ്റില്ല, ഒരു 1,20,000 രൂപ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേരിയൻറ്റും നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബ്രസയിൽ നിന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണ് എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.